ഹലോ, അസ്സലാമലൈക്കും. ഇപ്പോൾ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ. 7:30 മണിയായിട്ടുണ്ട്. ഇപ്പം സുബയൊക്കെ കഴിഞ്ഞ് അത് കരയില ജ്യൂസ് കുടിക്കുന്ന പാവക്കട ജ്യൂസ് അതും കുടിച്ച് 3/4 മണിക്കൂർ കഴിയും ഭക്ഷണം കഴിക്കുള്ളൂ. കുറച്ച് കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അത് കേടാണ്ടാന്ന് ഓർത്ത് ചായ തിളക്കണ നേരം കൊണ്ട് അത് ഞാനിച്ചിരി നമ്മുടെ മുറ്റത്തെ പച്ചമുളകും ഒരു മഞ്ഞളും ഇട്ട് അത് ഞാൻ വേവിച്ച് അതവിടെ ഇരുന്ന് വെന്തോളം ചായ ആകുമ്പോഴത്തേന്. അങ്ങനെ ചായ ഞാൻ പുതിനയെല്ലാം ഇട്ടിട്ട് അവിടെ ഞാൻ ഓഫ് ചെയ്യും. എന്നിട്ട് അരിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച്. അപ്പോൾ ചായക്ക് ഒരു മുട്ട വയറ് കളിയിട്ട് വയ്യ. മണിക്കൂർ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ കഴിക്കണം എന്നാണല്ലോ, ഒക്കെ നോക്കിയാൽ നടക്കുമോ. അങ്ങനെ ചായ ആ മുട്ടയായിട്ട് കഴിച്ചിട്ടൊന്നും ഇങ്ങോട്ട് ഒരു തൃപ്തിയാകണില്ല. ഞാൻ ആ പുട്ട് പഴവും കുട്ടി കുഴച്ചിരുന്നു. രാത്രി തന്നെ ഞാൻ കൊതിച്ചിരിക്കണമായിരുന്നു. പിന്നെ ചേനയും കുട്ടിയാണ് കഴിച്ചത്. അപ്പോൾ പുട്ട് ബാക്കിയുണ്ട്. അപ്പോൾ എൻ്റെ നാസ്തയും കഴിഞ്ഞ് കാൽസ്യം സപ്ലിമെൻറ്റ്സ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് മോനും ഇതുപോലെ തന്നെ കാലി വയറ്റിലെയും സപ്ലിമെൻറ്റ്സ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂറൊക്കെ കഴിയും. അപ്പോൾ അവൻ കുളിച്ച് റെഡിയായി വന്ന് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത്. അവന് ചപ്പാത്തി അത്ര ഇഷ്ടമല്ല, പിന്നെ കൂന്തൽ റോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്കൊരു സമാധാനം. പരിപ്പൊക്കെ ആണെങ്കിൽ അവൻ ഒന്നും പറയൂല. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാനും നിൽക്കൂല അതുകൊണ്ടിട്ട്. അപ്പോൾ അതേ കൂന്തളുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ്റെ തേങ്ങാപ്പാലിട്ട ചപ്പാത്തി ഇഷ്ടമാകോ ഇല്ല എന്നുള്ളത്. മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അവൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി, മാഷാ അല്ലാഹ്. അങ്ങനെ അവനും റാഹത്തായിട്ടെല്ലാം കഴിച്ച് അവൻ പുറത്തേക്ക് പോയി. കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് തേങ്ങ അരച്ച് കുമ്പളങ്ങയിൽ കലക്കി എന്നിട്ട് ചട്ടിപ്പുറത്ത് വെച്ച് താളിക്കാനിട്ട് അത് താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് ചട്ടി തന്നെ പപ്പടവും പൊരിച്ച് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഓൾമോസ്റ്റ് പണിയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ട് ചോറ് മാത്രം വെച്ചാൽ മതി. നെല്ലിക്ക ഉണ്ടായിരുന്നു, അതൊന്ന് വെള്ളം തിളപ്പിച്ച് ആറിക്കഴിഞ്ഞപ്പോൾ അതിലിട്ട് വെച്ചപ്പോൾ മോള് വന്നത് പാവക്ക. അപ്പം അങ്ങനെ അവൾ പാവക്ക കരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഞാൻ ചോറ് വെന്തിട്ടുണ്ടായിട്ട് അത് ഊറ്റി വെച്ച്. അപ്പോൾ ഇഞ്ചിയും പാവക്കയും കൂടി എണ്ണയിൽ വാട്ടിയിട്ടുണ്ടായി, ഇഞ്ചി അരിഞ്ഞത്. എന്നിട്ട് അത് ചട്ടിയിൽ തന്നെ ഉലുവയും കടുവും പൊട്ടിച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാട്ട വേപ്പിലെ. പിന്നെ അത് കഴിഞ്ഞ് ചുവന്നുള്ളിയും വാട്ടിയെടുത്ത് അതിലോട്ട് തന്നെ പൊടികളും ഇട്ട് പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് അടിച്ച് വെച്ച് വേവിച്ച്. പിന്നെ അതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തവൾ പുളിവെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ പാവക്ക വാട്ടി വെച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് അങ്ങനെ അവിടെ കിടന്ന് വെന്ത് ശരിയായി വന്നോളും. അപ്പോൾ ഇത്തിരി ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക, കായപ്പൊടി ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതും കൂട്ടി ഞാൻ ചോറ് ഇന്നട്ടെ കുമ്പളങ്ങ ചാറും ചേന ചാളമുളക് ഇട്ടതും പിന്നെ ഉണക്കച്ചെമ്മീൻ പൊരിച്ചതും പാവക്കച്ചാറും പപ്പടം എല്ലാം കൂട്ടി ഞാൻ ചോറ് തിന്ന. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കേ.